വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിലെ ജനവിധി സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിനെ പരസ്യമായി വെല്ലുവിളിച്ച PV അൻവർ. ബേപ്പൂരിൽ റിയാസ് വീണ്ടും വിജയിക്കുകയാണെങ്കിൽ താൻ തലമുട്ടയടിച്ച് കമ്മലിട്ട് കോഴിക്കോട് അങ്ങാടിയിലൂടെ നടക്കുമെന്നായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ റിയാസ് തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം ബേപ്പൂരിൽ വിജയം ഉറപ്പെന്ന് PV അൻവർ പറഞ്ഞു. 65,000-ന് മുകളിൽ റിയാസിന് വോട്ട് കിട്ടില്ല. ഇപ്പോഴും വ്യക്തിഹത്യ നടത്തിയെന്നാണ് റിയാസ് പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പിൽ അടക്കം അഴിമതി നടന്നുവെന്ന് ബിജു പ്രഭാകർ പറഞ്ഞു. എന്താണ് റിയാസ് മറുപടി പറയാത്തതെന്നും PV അൻവർ ചോദിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലും 10,000 വോട്ട് പിണറായി വിരുദ്ധ വോട്ടുണ്ട്. കോഴിക്കോട്ടെ LDF തോൽവിക്ക് കാരണം റിയാസ് ആണെന്നും PV അൻവർ പറഞ്ഞു. കേരളത്തിൽ ന്യൂനപക്ഷ ഏകീകരണമല്ല നടന്നത്, പിണറായിക്കെതിരായ ജനങ്ങളുടെ ഏകീകരണമാണ് നടന്നത്. മതേതര വിശ്വാസികളെല്ലാം UDFന് വോട്ട് ചെയ്തു, അതിൽ ഇടത് വോട്ടുകളുമുണ്ട്. ബേപ്പൂരിൽ 25,000 വോട്ടിന് ജയിക്കുമെന്നും PV അൻവർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന UDFന്റെ അവകാശവാദം ഫണ്ട് പിരിവിന് വേണ്ടിയാണെന്നും CPI നേതാവും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഈ പിരിവ് മെയ് 4 വരെ തുടരുമെന്നും ഏപ്രിൽ 9 മുതൽ മെയ് 4 വരെ ഭരണപക്ഷം പോലെ UDF സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമെന്നും മുഹമ്മദ് റിയാസ് ആരോപിച്ചു.